മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്നു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്നിട്ട് എന്താ പറഞ്ഞത്? അന റസൂലുള്ളാഹ്, ഞാനും നബിയാണ്, ഞാനും റസൂലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹയോ, അതും നബിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ശേഷം വന്ന നബിയാണ് ഞാൻ. മുസ്ലിം ലോകം ഒന്നടക്കം പറഞ്ഞു എന്ത്? ആ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കാഫിറാണ്. ഇതുപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ ടീം പറയുന്നു എന്ത്? ഞങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്നവരാണ്, എന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ള മുടിയുടെ ഉടമയും നബിയാണ്, റസൂലാണ് എന്ന് പറയുമ്പോൾ ഒരു സാലത്തിൽ വലിയ പ്രശ്നമുള്ള വിഷയമാണ്. മൂന്ന് നമ്മുടെ കൂറത്തങ്ങയുടെ ജാറം, അതിന്റെ ഇസ്ലാമിന്റെ വശം എന്താണ്, ഇസ്ലാമിക വശം എന്താണ്, ഫിഖ്ഹിന്റെ വശം എന്താണ്? നമ്മൾ തലശ്ശേരിയിൽ വാദപ്രതിവാദത്തിന് കരാറെഴുതിയ കൂട്ടത്തിൽ സ്ത്രീ പള്ളി പ്രവേശം, അതുപോലെ തന്നെ മറ്റൊരു വിഷയമായിരുന്നു ജാറം കെട്ടിപ്പൊക്കുന്ന വിഷയം. അത് മൂന്നാമത്തെ വിഷയമായി നമുക്ക് വാദപ്രതിവാദത്തിന് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദഅവത്ത്, പ്രബോധനം, ദീനിന്റെ ശക്തമായ പ്രചരണം, അത് നെഞ്ചേറ്റിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത ഖുർആൻ പഠിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ മുന്നേറുക, നമ്മൾ മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ ഫضل കൊണ്ട് നമ്മെ സഹായിക്കും. അതുവഴി ഈ നാടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യും, ഈ സമൂഹത്തിന് അല്ലാഹു ബറക്കത്ത് ചെയ്യും. ഈ തൗഹീദിന്റെ കൊച്ചു സംഘം ഇവിടെ പ്രവർത്തിക്കുമ്പോ അതിന്റെ ഗുണഫലം നമ്മൾ മാത്രമല്ല അനുഭവിക്കുന്നത്, നമ്മുടെ നാടും നഗരവും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതല്ല നമ്മൾ ഇതൊക്കെ നിർത്തിവെച്ച് മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞു പോകാനാണ് ഉദ്ദേശമെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണം. ആ റബ്ബിന്റെ ശിക്ഷ വന്നാൽ നിങ്ങൾ കൈനീട്ട് റബ്ബിനോട് ദുആ ചെയ്യും, യാ റബ്ബ്, യാ റബ്ബ് എന്ന് വിളിക്കും. പക്ഷേ അല്ലാഹു ആ ദുആക്ക് ഉത്തരം തരില്ലെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക.